ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഷ്ഠ പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെയാണ് കേട്ടോ. അപ്പം മലയാളത്തിൽ LDC ട്രിവാൻഡ്രത്തിലും അതുപോലെ തന്നെ ഖാദി ബോർഡ് LDCയിലും ഒക്കെ മലയാളം ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള കുറച്ച് വൊക്കാബുലറിയുടെ ഭാഗങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അധികം സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആൻഡ് കൂട്ടുകാരിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്നവരിൽ ശരിയായിട്ടുള്ള പദം എടുത്തെഴുതുക എന്നതായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ചൂടാമണിയുടെ ശരിയായിട്ടുള്ള പ്രയോഗമായിരുന്നു നമുക്ക് പഠിക്കേണ്ടിയിരുന്നത്. ആൻഡ് അതിൻ്റെ ആൻസർ വരുന്നത് ഫസ്റ്റ് വൺ ആയിരുന്നു, ഓപ്ഷൻ എ ആയിരുന്നു അതിൻ്റെ ആൻസർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവിടെ ഞാൻ കുറേ എണ്ണം നിങ്ങൾ എഴുതിയിട്ട് കാണുന്നുണ്ടാവും. ഇതെല്ലാം തന്നെ പഴയ PYQs ആണ്. എല്ലാം പല പ്രാവശ്യമായിട്ട് PYQ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് നിങ്ങൾക്ക് എഴുതി കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പം ഇത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിന് മുന്നേ തന്നെ അടുത്ത ഖാദി ബോർഡിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു, താഴെ പറയുന്നത് ശരിയായിട്ടുള്ള പദം ഏതാണെന്നുള്ളത്. അതിലുള്ള ശരിക്കുള്ള പദം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആയിരുന്നു. ആ ഒരു പോർഷൻ നമുക്ക് ഒരിക്കലും തെറ്റില്ല. കവയത്രി എന്ന് പറയുന്നത് നമ്മൾ കുറേ കാലമായിട്ട് അതിൻ്റെ ശരിയായിട്ടുള്ള ആ ഒരു പദം പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം അത് കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. അപ്പം ചൂടാമണി ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് പലർക്കും തോന്നിയെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഇത് ഓരോ വാക്കുകളായിട്ട് നോക്കാം നമുക്ക്. പ്രവൃത്തി, അതുപോലെ തന്നെ നിവൃത്തി, ആവൃത്തി, മീൻസ് ഇതെല്ലാം എന്താണ് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. പ്രവൃത്തി നിവൃത്തി എല്ലാം വരുന്നത് ഇങ്ങനെയാണ്. ഇനി അതിർത്തി, ഓക്കെ, അതിർത്തി ഇങ്ങനെയാണ്. അസ്തമയം, പലപ്പോഴും അസ്തമനം എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്. അസ്തമനം ശരിയാണോ അസ്തമയമാണോ എന്നുള്ളത്, അത് അസ്തമയം ആണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്തതാണ് ആജാനുബാഹു. അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. നമ്മൾ പലപ്പോഴും അജാനബാഹു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ, പക്ഷെ അങ്ങനെയല്ല. ആജാനുബാഹു, ഓക്കെ, കൈകള് കാൽമുട്ടോളം എത്തുന്ന ആളെയാണ് നമ്മൾ ആജാനുബാഹു എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് അവധൂതൻ. അവധൂതൻ പലപ്പോഴായിട്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ദലാണ് ക്വസ്റ്റ്യൻ വരിക കേട്ടോ. ദ ആണ് നോക്കേണ്ടത്. അതിഥിയുടെ സ്പെല്ലിംഗ് നമുക്കറിയുന്നതാണ്. അന്തശ്ചിത്രം, ഓക്കെ, അന്തശ്ചിത്രം ആണ് അന്തശ്ചിത്രത്തിന്റെ സ്പെല്ലിംഗ്. ഇനി ആത്മീയം, ഓക്കെ, എന്നുള്ള ഒരു കുനിപ്പുള്ള വള്ളിയാണ് വരുന്നത്, ആത്മീയമാണ്. പിന്നെ അടുത്തതാണ് ആപച്ചങ്ക, ഓക്കെ, ആപച്ചങ്കയാണെങ്കിൽ അപകർഷബോധം, നമ്മൾ അപകർഷതാബോധം എന്നൊക്കെ പറയാറുണ്ട്, അത് തെറ്റാണ്. അപകർഷബോധം മാത്രമേ ഉള്ളൂ. ഇനി ആയുഷിഷ്ടം, ഓക്കെ, ആയുസിന്റെ ശിഷ്ടത്തിനാണ് നമ്മൾ ശിഷ്ടം, ഡബിൾ ഷാ വരുന്നുണ്ട്. ഇനി ചൂടം എന്ന് പറയുന്നതിൽ ഇവിടെ നമുക്ക് കുനിപ്പ് വരുന്നില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇത് കർത്തവ്യതാമൂഢൻ, ഓക്കെ, ഇത് കർത്തവ്യത, ഈ ഒരു ധാ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഇത് തെറ്റാണ്. ഇത് കർത്തവ്യതാമൂഢനാണ് ശരിയായിട്ടുള്ളത്. ഇനി ഉൽപ്പതിഷ്ണുവിന് രണ്ട് സ്പെല്ലിംഗ് വരാറുണ്ട്. ഉൽപ്പതിഷ്ണുവും വരാറുണ്ട്, ഉത്പതിഷ്ണു വരാറുണ്ട്. ഇത് രണ്ട് വന്നിട്ടുണ്ടെങ്കിലും ശരിയാണ്. കാരണം ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസിൽ അധികവും ഒന്ന് മാത്രം ശരിയായിട്ടുള്ള തരത്തിലുള്ള പദങ്ങളല്ല വരാറുള്ളത്. ഒന്നും മൂന്നും ശരി, ഒന്നും രണ്ടും ശരി, അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി കുടിശ്ശിക, ഡബിൾ ഷാ വരും. കയ്യാമം, ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കൈയാമം ആണ് കേട്ടോ. കയ്യാമം, കൈ അക്ഷരം ആണ് കൈയക്ഷരം. കൈയേറ്റം, ഓക്കെ, കൈയേറ്റം, ഈ ഒരു സാധനങ്ങൾ ഇടക്കിടക്ക് എടുത്ത് ചോദിക്കാറുണ്ട്, ഈ കൈ വരുന്ന കാര്യങ്ങൾ കേട്ടോ. ഇനി പിടുത്തമാണ്. കണ്ടുപിടുത്തമാണെങ്കിൽ ആനഭ്രാന്ത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഭയം വരുന്നുണ്ട്, രണ്ട് ഭയം വരുന്നുണ്ട്. ആനഭ്രാന്ത്. കോപിഷ്ടൻ, ഗൃഹിണി, ഓക്കെ, നമ്മളുടെ ഗൃഹനാഥന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ് ഗൃഹിണി, ഓക്കെ, ഗൃഹനാഥൻ ഓപ്പോസിറ്റ് ഗൃഹിണിയാണ്. ഇനി ചെലവ് എന്നുള്ളതിന്റെ വേറെ നമ്മൾ ചിലവ് എന്നൊക്കെ പറയാറുണ്ട്, തെറ്റാണ്. ചെലവ് ആണ് വരിക. ഇനി ജീവച്ഛവം, ത്വക്ക് രോഗം, ത്വക്ക് എന്നല്ല, ത്വക്ക് രോഗമാണ്, ത്വക്ക് രോഗം. നിസ്സാരം, രണ്ട് സാ വരുന്നുണ്ട് നിസ്സാരത്തിൽ. അടുത്തത് പ്രാരാബ്ധാണ് അയാൾക്ക് എന്നൊക്കെ പറയില്ലേ, പക്ഷെ അത് തെറ്റാണ്. പ്രാരബ്ധം, എന്നുള്ള സൗണ്ട് അവിടെ ഇല്ല. പ്രാതിനിധ്യം, പീഡനം, പശ്ചാത്താപം, അതിൽ പശ്ചാത്താപത്തിന് രണ്ടെണ്ണം നമുക്ക് പറയാൻ പറ്റും. പശ്ചാത്താപം ഇത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെയും ചോദിക്കാം. ഇനി പരിണത ഫലം, ഓക്കെ, പരിണത ഫലമാണ്, പരിണിതയല്ല, പരിണത ഫലമാണ്. പാടകം, പ്രസംഗിക്കുന്ന ആളെ നമ്മൾ എന്ത് പറയും, പ്രസംഗകൻ എന്നാണ് പറയുന്നത് കേട്ടോ, പ്രസംഗകൻ എന്നാണ് പറയുന്നത്. ഇനി പുനഃസൃഷ്ടി, മനസ്സാക്ഷിക്ക് രണ്ട് സ്പെല്ലിംഗ് വരുന്നുണ്ട്. ഈ ഒരു ഇത് മനഃസാക്ഷി എന്നുള്ള രീതിയിലും മനസ്സാക്ഷി ഡബിൾ സാ വരുന്നതുകൊണ്ട്. ഇനി മഹത്തായ ചരിതമാണ് മഹച്ചരിതം ഡബിൾ ചാ ഉള്ളതാണ് വരുന്നത്. ഇനി ഘടകവിരുദ്ധം ഒരു PYQ ആണ് കേട്ടോ. ഇതൊക്കെ പറഞ്ഞത് PYQ ആണ്. ഇതൊക്കെ ചില സാധനങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുന്നത്. ഇനി അടുത്തതാണ് യാദൃച്ഛികം, ഓക്കെ, പിന്നെയാണ് യാചകി എന്ന് പറയും. യഥോചിതമാണെങ്കിൽ രാപ്പകലിന് ഇവിടെ രണ്ട് പായൊന്നും വരുന്നില്ല, രാപ്പകലാണ്. ലൗകികം ആണെങ്കിൽ വിദ്യുത്
ശക്തി, വിദ്യുത് ശക്തി. വിമ്മിട്ടം, എപ്പോഴും PYക്ക് വരുന്ന ഒരു സാധനമാണ് വിമ്മിട്ടം. കഴിഞ്ഞ എക്സാമിന് വന്നിട്ടുണ്ട് വിമ്മിട്ടം. ഇനി വൈയാകരണം, വ്യാകരണം പറയുന്ന ആളെ നമ്മൾ എന്ത് പറയുന്നു? വൈയാകരണൻ എന്ന് പറയുന്നു. ഇനി ശരത്ചന്ദ്രൻ, ശരത്ചന്ദ്രൻ PSCയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ്. ശരത്ചന്ദ്രന്റെ ചായലാണ് വരിക, ച. ഇനി സമകാലികൻ, ഓക്കെ, നമ്മളുടെ സെയിം സമയത്തുള്ള ഒരാളെ നമ്മൾ എന്ത് പറയുന്നു? സമകാലികൻ എന്ന് പറയുന്നു കേട്ടോ. സമകാലികൻ എന്നാണ് പറയുന്നതെങ്കിൽ മധ്യാനം, മധ്യാനം, ഹായും ഞായും വരുന്നതാണ് മധ്യാനം. ഇനി സൃഷ്ടി, ഓക്കെ, സൃഷ്ടിയും സ്രഷ്ടാവും, ഓക്കെ, ഇത് തെറ്റിപ്പോരുത്. സൃഷ്ടിക്ക് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇവിടെ ഇതാണ് വരിക സ്രഷ്ടാവാണെങ്കിൽ. ഹാർദം, ഹാർദവമല്ല ഹാർദം. ഇനി അസ്തിത്വം, അസ്തിത്വം. അനാച്ഛാദനം, പാദസരം, പാദസരം എപ്പോഴും ചോദിക്കുന്നതാണ് പാദസരം. സമ്രാട്ട്, കഥനം, കാര്യസ്ഥൻ, ഓക്കെ, ഈ സാന്റെ കൂടെ ഇത് വരുന്നത് കാര്യസ്ഥൻ. അത്യാവശ്യം, അഭിവാജ്ഞ, ഓക്കെ, അഭിവാജ്ഞ എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെ PYQs ആണ്. നന്നായിട്ട് നോക്കുക കേട്ടോ. ഇതിലും അധികമൊക്കെ ഉണ്ടാവും, പക്ഷെ ഇത് എന്തായാലും നിങ്ങൾ നോക്കിയിരിക്കുക. അടുത്തത് എന്ന് പറഞ്ഞ വിപരീത പദമായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അഗ്രജൻ ഓപ്പോസിറ്റ് ഏതാണ്? അത് അവരജൻ, അവരജനാണ് കേട്ടോ. അവരജൻ ഓപ്പോസിറ്റ് ആണ് അഗ്രജൻ, അഗ്രജൻ. ഇനി അതേപോലെ തന്നെയുള്ള കുറച്ച് വിപരീത പദങ്ങൾ നമുക്കൊന്ന് നോക്കാം. എല്ലാം PYQs തന്നെയാണ്. ഫസ്റ്റ് വൺ ആണ് അലസം. അലസത്തിൻ്റെത് എന്താണ്? അത് ഉജ്ജ്വലമാണ്, ഓക്കെ, ഉജ്ജ്വലം, ഉജ്ജ്വലം എന്നതാണ് അലസത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അടുത്തതാണ് അപചാരം. അപചാരം ഓപ്പോസിറ്റ് എന്താണ്? അത് ഉപചാരമാണ്, ഉപചാരം, ഉപചാരം. ഇനി അപരാർത്ഥം, അപരാർത്ഥം ഓപ്പോസിറ്റ് പൂർവാർത്ഥം, പൂർവാർത്ഥം ആണ്, പൂർവാർത്ഥം. അബദ്ധമാണെങ്കിലോ അബദ്ധം, സുബദ്ധം, സുബദ്ധം, ഓക്കെ, സുബദ്ധമാണ്. ഇനി ആവിർഭാവം, ആവിർഭാവത്തിന്റെ എന്താണ്? തിരോഭാവം, തിരോഭാവമാണ്, തിരോഭാവം. ഇനി ആർദ്രമാണെങ്കിൽ അത് ശുഷ്കമാണ് കേട്ടോ, ശുഷ്കം, ശുഷ്കം, ശുഷ്കം. ഇനി ഉന്മുഖം, ഉന്മുഖം പരാങ്മുഖമാണ്, ഓക്കെ, പരാങ്മുഖം. ഇനി ഊഷ്മളം, ശീതളം, ഓക്കെ, ഊഷ്മളം ഏതാണ്? ഓപ്പോസിറ്റ് ശീതളമാണ്. ഇനി ഐഹികമാണെങ്കിലോ അത് പാരത്രികമാണ്, ഓക്കെ, പാരത്രികം, ഐഹികം ഓപ്പോസിറ്റ് പാരത്രികമാണ്. ഓജം, ഓജം ഓപ്പോസിറ്റ് യുഗ്മം, ഓക്കെ, ഓപ്പോസിറ്റ് എന്താണ്? യുഗ്മമാണെങ്കിൽ. ഓദം ഓപ്പോസിറ്റ് പ്രോതമാണ് കേട്ടോ, പ്രോതം, ഓദം ഓപ്പോസിറ്റ് എന്താണ്? പ്രോതമാണ്. ഇനി കൃതജ്ഞത, കൃതജ്ഞതേൻ്റെത് ഓർത്തിരിക്കുക, കൃതജ്ഞത എന്ന് തന്നെയാണ് പറയുന്നത്, സ്പെല്ലിംഗിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. കൃതജ്ഞതയാണ്, ഓക്കെ, ഈ ഖാലാണ് ഇവിടെ മാറ്റം വരുന്നത്, കൃതജ്ഞത. ഇനി കൃത്രിമമാണെങ്കിലോ അത് നൈസർഗികമാണ്, ഓക്കെ, നൈസർഗികം, ഓക്കെ, നൈസർഗികം. ഇനി കൃശം ഓപ്പോസിറ്റ് ആണ് സ്ഥൂലം, സ്ഥൂലം. ക്ഷണികമാണെങ്കിലോ അത് ശാശ്വതമാണ്, ഓക്കെ, ശാശ്വതം, ക്ഷണികം ഓപ്പോസിറ്റ് ശാശ്വതമാണ്. ഇനി ജനി, മൃതി, ജനി എന്താണ്? മൃതിയാണ്, ജനി മൃതിയാണെങ്കിൽ. ത്യാജ്യം, ത്യാജ്യം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഗ്രാഹ്യമാണ്, ഗ്രാഹ്യം. ദുർമതി, സന്മതിയാണ് കേട്ടോ, സന്മതി, ദുർമതി ഓപ്പോസിറ്റ് എന്താണ്? സന്മതിയാണ്. ഇതൊക്കെ നോക്കുക. ഇനി അതുപോലെ തന്നെയുള്ളതാണ് നമ്രം. നമ്രത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അത് ഉന്നമ്രം ആണ്, ഉന്നമ്രം, നമ്രം ഓപ്പോസിറ്റ് ഉന്നമ്രമാണെങ്കിൽ. നിമ്നം എന്താണ്? നിമ്നത്തിന്റെ ഓപ്പോസിറ്റ് ഉന്നതമാണ്, ഉന്നതം. പാശ്ചാത്യം, പാശ്ചാത്യത്തിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? പറഞ്ഞേ, പാശ്ചാത്യത്തിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? അത് പൗരസ്ത്യമായിരിക്കും കേട്ടോ, പൗരസ്ത്യം. നിങ്ങൾ പറഞ്ഞു നോക്കുക, ഞാൻ എഴുതുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു നോക്കുക. പൗരസ്ത്യമാണെങ്കിൽ. പ്രക്ഷുബ്ധം, പ്രക്ഷുബ്ധത്തിന്റെ ഓപ്പോസിറ്റ് പ്രശാന്തമാണ്, പ്രശാന്തം ഓപ്പോസിറ്റ് പ്രശാന്തമാണെങ്കിൽ. പ്രതിപത്തി, വിപ്രതിപത്തി, ഓക്കെ, വിപ്രതിപത്തിയാണ്, ഓക്കെ. ഇതെല്ലാം PSC ബുള്ളറ്റിനിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഇനി ബാധകമാണെങ്കിലോ ബാധകം, ബാധകത്തിന്റെ ഓപ്പോസിറ്റ് അത് സാധകമാണ്, സാധകം, ബാധകം ഓപ്പോസിറ്റ് സാധകമാണെങ്കിൽ. ബാലിശം, ബാലിശത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അത് പ്രൗഢമാണ്, പ്രൗഢം, ഓക്കെ, പ്രൗഢം. ബാലിശം ഓപ്പോസിറ്റ് എന്താണ്? പ്രൗഢമാണ്, പ്രൗഢം. ഇനി വിഭാജ്യമാണെങ്കിൽ അത് അവിഭാജ്യമാണ്, ഓക്കെ, അവിഭാജ്യം, വിഭാജ്യം ഓപ്പോസിറ്റ് അവിഭാജ്യം. ശാലീനം, ദീപ്രമാണ്, ദീപ്രം, ശാലീനം ഓപ്പോസിറ്റ് എന്താണ്? ദീപ്രമാണെങ്കിൽ. ശ്രേഷ്ഠം എന്താണ്? നികൃഷ്ടം, നികൃഷ്ടമാണ്, ശ്രേഷ്ഠം, നികൃഷ്ടം, നികൃഷ്ടം. ഇനി സാക്ഷരമാണെങ്കിൽ സാക്ഷരം എന്തായിരിക്കും? നിരക്ഷരം, ഓക്കെ, നിരക്ഷരമാണ്, സാക്ഷരം ഓപ്പോസിറ്റ് നിരക്ഷരം. ഇനി സാജാത്യം, വൈജാത്യം, ഓക്കെ, സാജാത്യം എന്താണ്? ഓപ്പോസിറ്റ് വൈജാത്യമാണെങ്കിൽ. സുഗ്രഹം, ദുർഗ്രഹം, സുഗ്രഹം എന്താണ്? ദുർഗ്രഹമാണ്, ദുർഗ്രഹം. സോപാധികം, നിരുപാധികം,
സോപാധികം. നിരുപാധികമാണെങ്കിൽ സ്വേച്ഛ. സ്വേച്ഛയുടെ ഓപ്പോസിറ്റ് എന്താണ് വരിക? സ്വേച്ഛ. പരേച്ഛയാണ് കേട്ടോ. പരേച്ഛ സ്വേച്ഛ. ഓപ്പോസിറ്റ് പരേച്ഛയാണെങ്കിൽ സ്ഥാവരം, ജംഗമം. സ്ഥാവരം ഓപ്പോസിറ്റ് എന്താണ്? ജംഗമമാണ്. സംക്ഷിപ്തം, വിസ്തൃതം. ഓക്കെ, വിസ്തൃതമാണ്. വിസ്തൃതം. ചിറ്റിമ്പത്തിൻ്റെത് പേരിമ്പമാണ്. ഓക്കെ, പേരിമ്പം. ചിറ്റിമ്പം ഓപ്പോസിറ്റ് എന്താണ്? പേരിമ്പമാണ്. ചിറ്റിമ്പം കഴിഞ്ഞ ഒരു PYQ ആയിരുന്നു. ചിറ്റിമ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുത് എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. ചിറ്റിമ്പത്തിന്റെ അർത്ഥം ചെറുത് എന്നാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റൻ ആയിരുന്നു സലിംഗ ബഹുവചനം ഏതാണെന്നുള്ളത്. മിടുക്കർ, ശൂദ്രർ, പുരുഷന്മാർ, അധ്യാപകർ. ഓക്കെ, ഇതിൽ നിന്നും സലിംഗ ബഹുവചനം ഏതാണെന്നുള്ളതാണ്. അപ്പം സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതിൽ ആരാണോ ഉള്ളത്, അതായത് പുരുഷനാവാം, അല്ലെങ്കിൽ സ്ത്രീ ആവാം, അല്ലെങ്കിൽ നപുംസക ലിംഗത്തിൽപ്പെട്ടവരായവ, അവരുടെ ഒരു ബഹുലിംഗം, അവരുടെ പ്ലൂറലിനെയാണ് നമ്മൾ സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ബോക്സിൽ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടും. ഏകവചനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സിംഗുലർ ആണ്. തമ്പുരാൻ, മകൻ, കവി, വേലക്കാരൻ, മിടുക്കി, കേമൻ, ശിഷ്യൻ, ഇതെല്ലാം ഏകവചനം, ഒരാൾ മാത്രമാണുള്ളത്. ഇനി ബഹുവചനത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മൂന്നായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. സലിംഗ ബഹുവചനത്തിൽ പിതാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരാണ്. അതും എന്താണ്? കൂടുതൽ പിതാക്കന്മാരുണ്ട്, ഒന്നിൽ കൂടുതലുണ്ട് പിതാക്കന്മാർ. പുരുഷന്മാർ ഒന്നിൽ കൂടുതലുണ്ട്, സ്ത്രീകൾ ഒന്നിൽ കൂടുതലുണ്ട്, വനിതകൾ, അമ്മമാർ. മരങ്ങൾ അവിടെ എന്താണ്? നപുംസക ലിംഗത്തിലാണ് വരുന്നത്. അതും മരങ്ങളുടെ ഒരു കൂട്ടാണ്, ഒന്നിൽ കൂടുതൽ മരങ്ങളുണ്ട്. മലകൾ, ഇതെല്ലാം എന്താണ്? സലിംഗ ബഹുവചനത്തിലാണ് വരുന്നത്. ഇനി അലിംഗ ബഹുവചനമാണെങ്കിൽ എന്താണ്? അവിടെ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനത്തെ ബഹുവചനത്തെയാണ് നമ്മൾ അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അതായത് ഇവിടെ വേലക്കാരെന്ന് പറയുന്നത് അതൊരു സ്ത്രീ ആവാം, പുരുഷനാവാം, ഏതും ആവും, നമുക്ക് പറയാൻ പറ്റില്ല. പണിക്കാർ, പണക്കാർ, മിടുക്കർ, സമർത്ഥർ, അധ്യാപകർ, കുട്ടികൾ, ഇതൊക്കെ എന്താണ്? അതിൽ പുരുഷന്മാരും ഉൾക്കൊള്ളുന്നുണ്ട്, സ്ത്രീകളും ഉൾക്കൊള്ളുന്നുണ്ട്. നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനാണ് നമ്മൾ അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഇനി പൂജക ബഹുവചനമാണെങ്കിലോ, ഒരാളോട് ഒരു ബഹുമാന സൂചകമായിട്ട് അദ്ദേഹത്തെ പറയുന്ന സമയത്ത് നമ്മൾ പ്ലൂറലായിട്ട് പറയുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ പൂജക ബഹുവചനം എന്ന് പറയുന്നത്. എപ്പോഴും PSC എടുത്ത് ചോദിക്കാറുള്ളത് ഈ പൂജക ബഹുവചനത്തിന്റെ ഭാഗത്ത് നിന്നാണ്. ഓക്കെ, ധർമ്മപുത്രർ, ധൃതരാഷ്ട്രർ, സ്വാമികൾ, അവർകൾ, ഗുരുക്കൾ, താങ്കൾ, നിങ്ങൾ, ന്യായാധിപർ, പത്രാധിപർ. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള 2-3 വേർഡ്സ് ഇതിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് നോക്കുക കേട്ടോ. ധർമ്മപുത്രർ, ധൃതരാഷ്ട്രർ ഒക്കെ എന്താണ്? പൂജക ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളാണെന്നുള്ള ഓർത്തിരിക്കുക. അല്ലാതെ അവരുടെ എക്സാക്ട് നെയിം അല്ല ഈ ധൃതരാഷ്ട്രർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നത്. അടുത്തതായിരുന്നു 2 എക്സാമ്പിളും ചോദിച്ചിട്ടുണ്ടായിരുന്നു ശൈലിയുടെ അർത്ഥം. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നുള്ളത്. ശ്ലോകം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സംക്ഷിപ്ത രൂപമായിരിക്കും. അപ്പം എന്താണ്? ചുരുക്കി പറയുന്നതിനാണ് നമ്മൾ ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറയുന്നത്. ഇനി ആനച്ചന്തം എന്നാണെങ്കിലോ, ആനച്ചന്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആകെപ്പാടെയുള്ള ഒരു ഭംഗിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആനച്ചന്തം എന്ന് പറയുന്നത്. തീപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് മരിക്കുക എന്നാണ് കേട്ടോ. മരിക്കുക എന്നർത്ഥം വരുന്ന വാക്കാണ് തീപ്പെടുക. ഇനി ആനച്ചന്തമാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു, ആകെപ്പാടെയുള്ള ഭംഗിയാണ് നമ്മൾ ആനച്ചന്തം എന്ന് പറയുന്നത്. ഇനി കരിങ്കാലി എന്താണ്? കരിങ്കാലിയുടെ അർത്ഥം എന്ന് പറയുന്നത് അത് വഞ്ചകനാണ് കേട്ടോ. വഞ്ചകനെയാണ് നമ്മൾ കരിങ്കാലി എന്ന് പറയുന്നത്. ഇനി അഞ്ചാം പത്തി ആണെങ്കിലോ അത് ഒറ്റുകാരനാണ്. ഒറ്റുകാരൻ അഞ്ചാം പത്തി. അമ്പലം വിഴുങ്ങി എന്താ? അമ്പലത്തിൽ എല്ലാ സാരം വിഴുങ്ങുന്ന ആരായിരിക്കും? അത് പെരുങ്കള്ളനായിരിക്കും. ഓക്കെ, പെരുങ്കള്ളനെയാണ് നമ്മൾ അമ്പലം വിഴുങ്ങി എന്ന് പറയുന്നത്. ഇനി അഷ്ടമത്തിലെ ശനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു കഷ്ടകാലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഷ്ടമത്തിലെ ശനി എന്ന് പറയുന്നത്. ഓക്കെ, ശനിദശയാണ്, അയാൾക്ക് ശനിദശയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ്? അയാൾക്ക് കഷ്ടകാലമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് അട്ടിപ്പേർ ഇടയ്ക്കിപ്പോൾ ചോദിക്കുന്നുണ്ട്. അത് അർത്ഥം ആവുന്നത് സ്വന്തവും ശാശ്വതവുമായത്. ഓക്കെ, സ്വന്തവും ശാശ്വതവുമായത് എന്നുള്ളൊരു അർത്ഥത്തിലാണ് നമ്മൾ അട്ടിപ്പേർ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത്. ഇനി അതരാനുകമ്പയാണെങ്കിലോ, വാക്കിൽ മാത്രം ആനുകൂല്യമുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതരാനുകമ്പ. വാക്കിൽ മാത്രം ആനുകൂല്യമുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതരാനുകമ്പ എന്ന് പറയുന്നത്. അടുത്തതാണ് അനന്തങ്കാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയമുണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഭയമുണ്ടാക്കുന്ന സ്ഥലം. അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു മനോജ് കെ ജയന്റെ ഒരു ഫിലിം ഉണ്ടായിരുന്നില്ല, അനന്തപത്രം. അദ്ദേഹം എപ്പോഴും ഒരു കാട്ടിലൊക്കെ ആയിരിക്കും. അനന്തപത്രത്തിൽ അയാളുടെ ഒരു രൂപം എന്ന് പറയുന്നതിനെ കുറിച്ച് പേടിപ്പെടുത്തുന്നതൊക്കെ ആയിരിക്കും. അപ്പം അനന്തങ്കാട് അങ്ങനെ ഓർത്തു വെക്കാൻ, ഭയമുണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളത്. ഓക്കെ, ഇനി
കേമദ്രുത യോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് വലിയ ദൗർഭാഗ്യം എന്നാണ് കേട്ടോ അർത്ഥം. വലിയ ദൗർഭാഗ്യമാണ് എന്ത്? കേമദ്രുത യോഗം. ഇനി അക്രതാമ്പൂലമാണെങ്കിലോ, അക്രതാമ്പൂലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാന്യമായ ഒരു സ്ഥാനമാണ്. ഓക്കെ, മാന്യമായ സ്ഥാനത്തിനെയാണ് നമ്മൾ അക്രതാമ്പൂലം എന്ന് പറയുന്നത്. ഓക്കെ, കുംഭകോണം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അഴിമതിയാണ്. ഓക്കെ, അഴിമതി നിങ്ങൾ പേപ്പറൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കുംഭകോണം, ഇവിടെ കുംഭകോണം എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ടോ? അതൊക്കെ അഴിമതി കേസുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി ചെമ്പ് തെളിയുക, ചായം തെളിയുക, പൂച്ചു തെളിയുക, ഇതിനൊക്കെ അർത്ഥം വരുന്നത് എന്താണ്? പരമാർത്ഥം വെളിപ്പെടുത്തുക. ഓക്കെ, പരമാർത്ഥം എന്തെങ്കിലും ഒരു ഒളിച്ചിരുന്ന കാര്യമായിരുന്നു, അത് വെളിപ്പെടുത്തുന്നതിനെയാണ്, വെളിപ്പെട്ടു പോകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഈ ചെമ്പ് തെളിയുക, ചായം തെളിയുക, പൂച്ചു തെളിയുക എന്നൊക്കെ പറയുന്നത്. ഈ ഒരു കാര്യം നോക്കിയിരിക്കുക. അടുത്തതാണ് അടിക്കല്ല് മാന്തുക. അടിക്കല്ല് മാന്തുക, എന്തെങ്കിലും ഒരു വീടിന്റെ അടിക്കല്ല് മാന്തിയിട്ടുണ്ടെങ്കിൽ എന്താ? അതൊന്നായിട്ട് നിലംപതിക്കും അല്ലെ. അപ്പം ഉന്മൂലനാശം വരുത്തുക. ഓക്കെ, ഉന്മൂലനാശം വരുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അടിക്കല്ല് മാന്തുക എന്ന് പറയുന്നത്. ഇനി അത്തിപ്പഴത്തോളം, അത്തിപ്പഴം നിങ്ങൾ കണ്ടിട്ടില്ലേ? വളരെ ചെറുതല്ലേ. അപ്പം എന്തെങ്കിലും ഒരു കാര്യം വളരെ കുറച്ച് മാത്രം, അല്പം മാത്രം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അത്തിപ്പഴത്തോളം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എൻ പിള്ള നയം. എൻ പിള്ള നയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്വന്തക്കാരോടുള്ള ഒരു കൂറുകാട്ടലിനെയാണ് എന്ത് പറയുന്നത്? സ്വന്തക്കാരോടുള്ള കൂറുകാട്ടല്. ഇത് എൻ പിള്ള നയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചിറ്റമ്മ നയമാണെങ്കിലോ അതും പക്ഷപാതപരമായിട്ടുള്ള പെരുമാറ്റമാണ്. ഓക്കെ, പക്ഷപാതപരമായ പെരുമാറ്റത്തിനെയാണ് എന്ത് പറയുന്നത്? ചിറ്റമ്മ നയം. അപ്പം എൻ പിള്ള നയം ചിറ്റമ്മ നയം ഏകദേശം സെയിം അർത്ഥം തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി കണ്ടക്ഷോഭം. കണ്ടക്ഷോഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നിഷ്ഫലമായ സംസാരമാണ്. ഓക്കെ, നിഷ്ഫലമായ സംസാരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടക്ഷോഭം എന്ന് പറയുന്നതെങ്കിൽ വെള്ളിയാഴ്ച കുറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുർബലമായിട്ടുള്ള ഒരു തടസ്സത്തിനെയാണ്. ഓക്കെ, തടസ്സവാദം പറയുന്നതിനെയാണ് നമ്മൾ വെള്ളിയാഴ്ച കുറ്റം എന്ന് പറയുന്നത്. അരണബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? അരണബുദ്ധി നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അരണബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പെട്ടെന്ന് മറക്കുന്നതിനെയാണ്, പെട്ടെന്ന് മറക്കുന്ന ഒരു സ്വഭാവത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അരണബുദ്ധി എന്ന് പറയുന്നത്. ഇനി ആകാശകുസുമമാണെങ്കിലോ അത് സംഭവിക്കാത്ത കാര്യമാണ്. ഓക്കെ, സംഭവിക്കാത്ത കാര്യത്തിനെയാണ് നമ്മൾ ആകാശകുസുമം എന്ന് പറയുന്നത്. ഇനി ആ ചന്ദ്രതാരം. ആ ചന്ദ്രതാരം എന്ന് പറഞ്ഞാൽ എക്കാലവും. ഓക്കെ, എക്കാലവും എന്നാണ്. ഇനി ആടുമേഞ്ഞ കാട്. ഒരു കാട്ടിൽ കുറെ നേരം ആടൊക്കെ മേഞ്ഞ് കിടന്നിട്ടുണ്ടെങ്കിൽ എന്താവും? അവിടെ ഒന്നും ഉണ്ടാവില്ല അല്ലെ. ശൂന്യമായിട്ടുള്ള സ്ഥലമായിട്ട് മാറും. ശൂന്യമായ സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആടുമേഞ്ഞ കാടെന്ന് പറയുന്നത്. ഇനി ആയില്യക്കൊടി കാട്ടുക എന്ന അർത്ഥം എന്തിനാണ് അർത്ഥം വരുന്നത്? അത് വഴക്കിന് പുറപ്പെടുക. ഓക്കെ, വഴക്കിന് പുറപ്പെടുക. ഇനി ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുക. എന്താണ് ഇരുട്ട്? അതായത് രാത്രി മാത്രമേ ഇരുട്ടുകൊണ്ട് നമുക്ക് ഓട്ടയടയ്ക്കാൻ പറ്റുള്ളൂ. കാരണം രാവിലെ ആയിട്ടുണ്ടെങ്കിൽ അതിലൂടെ വെളിച്ചം വരും. അപ്പൊ എന്താണ്? താൽക്കാലികമായിട്ട് ഒരു പരിഹാരം കാണല്. ഇനി സിംഹാവലോകനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് ആകപ്പാടെയുള്ള ഒരു നോട്ടമാണ്. ഓക്കെ, ആകെ കൂടി ഒന്ന് നോക്കുക. ആകെ കൂടി നോക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംഹാവലോകനം എന്ന് പറയുന്നത്. ഇനി സുഗ്രീവാജ്ഞയാണെങ്കിലോ അത് അലംഘനീയമായ കൽപ്പന. ഓക്കെ, അലംഘനീയമായിട്ടുള്ള കൽപ്പനയാണ് സുഗ്രീവാജ്ഞ. ഇത്തിൽക്കണ്ണി. ഒരു മരത്തിൽ ഇത്തിൽക്കണ്ണി പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അതൊക്കെ നശിപ്പിച്ചു കളയും അല്ലേ. അപ്പൊ വിനാശകാരിയാണ് എന്ത്? ഇത്തിൽക്കണ്ണി. ഇനി ഇല്ലത്തെ പൂച്ച എന്ന് പറഞ്ഞാൽ എവിടെയും പ്രവേശനമുള്ളത്. എവിടെയും പ്രവേശനമുള്ള ആളെയാണ് എന്ത് പറയുന്നത്? ഇല്ലത്തെ പൂച്ച എന്ന് പറയുന്നത്. ഇനി ഉലക്കമേൽ കിടക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അസാധ്യമായിട്ടുള്ള കാര്യം ചെയ്യുക. ഓക്കെ, അസാധ്യമായ കാര്യം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഉലക്കമേൽ കിടക്കുക. ഉലക്കമേൽ കിടക്കുക പ്രാക്ടിക്കലാണോ? അല്ല, അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇനി ഉപ്പ് കൂട്ടി തിന്നുക. ഉപ്പ് കൂട്ടി തിന്നുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നന്ദി കാണിക്കുകയാണ്. ഓക്കെ, നന്ദി കാണിക്കുകയാണ്. ഇനി ഉപ്പും ചോറും തിന്നുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ? അത് ആശ്രിതനായിട്ട് കഴിയുക. തെറ്റിപ്പോയത്, അത് മാറിപ്പോയത്. ആശ്രിതനായിട്ട് കഴിയുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉപ്പും ചോറും തിന്നുക എന്ന് പറയുന്നതെങ്കിൽ ഊഴിയം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആത്മാർത്ഥത ഇല്ലാതെ പ്രവർത്തിക്കുക. ഓക്കെ, ആത്മാർത്ഥത ഇല്ലാതെ പ്രവർത്തിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ ഊഴിയം നടത്തുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കതിരിന്മേൽ വളം വെക്കുക എന്ന് പറഞ്ഞാലോ അത് കാലം തെറ്റി പ്രവർത്തിക്കുക കേട്ടോ. കാലം തെറ്റി പ്രവർത്തിക്കുക. ഓക്കെ, അതിനാണ് കതിരിന്മേൽ വളം വെക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. കോമരം തുള്ളുക. കോമരം തുള്ളുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരപ്രേരണയാൽ എന്തെങ്കിലും ചെയ്യുന്നത്. പരപ്രേരണയാൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമരം തുള്ളുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ കോമരത്തിൻ്റെയൊക്കെ ഒരു ശരീരത്തിൽ ദൈവം കയറി എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് പിന്നെ ദൈവമാണ് അത് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ പരപ്രേരണയാൽ ചെയ്യുന്നതിനാണ് നമ്മൾ കോമരം തുള്ളുക എന്ന് പറയുന്നത്. ഇനി ഗജനിമീലനം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കുന്നത്. കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കുന്നത്. അതാണ് ഗജനിമീലനം. ഇനി ഗണപതി കല്യാണം. അത് നടക്കാത്ത കാര്യമാണ്. ഓക്കെ, നടക്കാത്ത കാര്യം
ഗണപതി കല്യാണം എന്താണ് നടക്കാത്ത കാര്യമാണെങ്കിൽ. ചർവിത ചർവണം എന്താണ് പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറയാം, പറഞ്ഞത് തന്നെ പിന്നെയും പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചർവിത ചർവണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി താപ്പാന. താപ്പാന എന്ന് പറഞ്ഞാൽ ആരാണ്, അത് തന്ത്രശാലിയാണ്. ഓക്കെ, തന്ത്രശാലിയാണ് നമ്മൾ എന്ത് പറയുന്നത്, താപ്പാന എന്ന് പറയുന്നത്. 11-ാം മണിക്കൂറുണ്ട്, 12-ാം മണിക്കൂറുണ്ട്. 11-ാം മണിക്കൂർ എന്ന് പറയുന്നത് അവസാന നിമിഷത്തിന് തൊട്ട് മുൻപ്. 12-ാം മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസാന നിമിഷത്തെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ആയിരുന്നു താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്രൗണി ആരാണെന്നുള്ളത്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് അശ്വത്ഥാമാവാണ് കേട്ടോ, അശ്വത്ഥാമാവ്. അപ്പം ദ്രൗണി എന്ന് പറയുന്നത് ആരെയാണ്, ദ്രോണരുടെ പുത്രനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ദ്രൗണി. ദ്രൗണി എന്ന് പറയുന്നത് ദ്രൗണി. അപ്പം ദ്രോണരുടെ പുത്രൻ ശരിക്കും ആരാണ്, അത് അശ്വത്ഥാമാവാണ് കേട്ടോ, അശ്വത്ഥാമാവാണ്. ഓക്കെ, ഇനി സുമിത്രയുടെ പുത്രനെ നമ്മൾ എന്ത് പറയുന്നു, സൗമിത്രി. സൗമിത്രി എന്ന് പറയുന്നത് ആരെയാണ്, സുമിത്രയുടെ പുത്രൻ, അതായത് രാമനെയാണ് നമ്മൾ പറയുന്നത് സൗമിത്രൻ സൗമിത്രി എന്ന് പറയുന്നത്. ഇനി കുന്തിയുടെ പുത്രനെ എന്താണ് നമ്മൾ പറയുന്നത്, അത് കൗന്ദേയനാണ് കേട്ടോ, കൗന്ദേയൻ. കൗന്ദേയൻ എന്ന് പറയുന്നത് കുന്തിയുടെ പുത്രൻ, അതായത് കർണനെയാണ്. ഓക്കെ, കർണനെ നമ്മൾ പറയുന്ന പേരാണ് കൗന്ദേയൻ. ഇനി ദശരഥന്റെ പുത്രനെ നമ്മൾ എന്ത് പറയുന്നു, അത് ദാശരഥി എന്നാണ് പറയുന്നത്. ഓക്കെ, ദാശരഥി. ദാശരഥി എന്ന് പറഞ്ഞാൽ അത് ദശരഥന്റെ പുത്രനാണ്. ഇനി വീരസേനന്റെ പുത്രനാണെങ്കിൽ നമ്മൾ രണ്ടു പേരിൽ പറയുന്നുണ്ട്, അത് വൈരസേനി. ഇതാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. ഓക്കെ, വൈരസേനി എന്നും അതുപോലെ തന്നെ നളൻ എന്നും ഒക്കെ പറയുന്നത് ആരെയാണ്, വീരസേനന്റെ പുത്രനെയാണെങ്കിൽ. സാത്യകന്റെ പുത്രൻ. സാത്യകന്റെ പുത്രൻ ആരാണ്, അത് സാത്യകിയാണ്. ഓക്കെ, സാത്യകി ആണ് സാത്യകന്റെ പുത്രനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കി വെക്കാം. ഇനി അടുത്തതാണ് കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. ഒരുവിധം എല്ലാ എക്സാംസിലും വരുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് അത് PSC ബുള്ളറ്റിനിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ടേബിളാണ് കേട്ടോ. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആൾക്കാരെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മയാണ്. കേരള പുഷ്കിൻ ആണെങ്കിൽ നമ്മൾക്ക് ആക്ച്വലി ക്വസ്റ്റ്യൻ തന്നെ അതായിരുന്നു, AR രാജരാജവർമ്മ എന്നുള്ളത്. അപ്പം കേരള പുഷ്കിൻ ആരാണ്, അത് ONV കുറുപ്പാണ്. കേരള മൈക്കോവസ്കി ആണെങ്കിലോ അത് കെടാമംഗലം പപ്പുക്കുട്ടിയാണ്. കേരള മാർക്ക് ട്വെയിൻ വേങ്ങേൽ കുഞ്ഞിരാമൻ. ഇബ്സൺ ആണെങ്കിലോ N കൃഷ്ണപിള്ളയാണ്. കേരള എമിലി ബ്രോൺറ്റിയാണ് രാജലക്ഷ്മി. കേരള എലിയറ്റ് NN കക്കാട്. കേരള ഓഫ്യൂസ് എന്ന് പറയുന്നത് ചങ്ങമ്പുഴയാണ്. കേരള വ്യാസൻ ആരാണ്, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും. കേരള കാളിദാസനെ ചോദിച്ചാൽ അത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനുമാണ്. ഇനി കേരള സൂർദാസ് ആരാണ്, കേരള സൂർദാസ് അത് പൂന്താനം നമ്പൂതിരിയാണ്. ഇനി കേരള സ്പെൻസറിനെ ചോദിച്ചാൽ അത് രാമപ്പണിക്കരാണ് കേട്ടോ. കേരള സ്പെൻസർ ആരാണ്, രാമപ്പണിക്കരാണ്. കേരള സ്കോട്ട് ആണെങ്കിലോ ഇടക്കിടക്ക് ചോദിക്കുന്നതാണ്, കേരള സ്കോട്ട് അത് CV രാമൻ പിള്ളയാണ്. കേരള നെരൂദ സച്ചിദാനന്ദനാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കേരള നെരൂദ സച്ചിദാനന്ദൻ. കേരള ഹെമിംഗ്വേ MT വാസുദേവൻ നായരാണ്. ഇനി നമ്മൾ വള്ളത്തോളിനാണെങ്കിൽ 3 വിശേഷണങ്ങളുണ്ട്. കേരള ടെനിസൺ, കേരള ടാഗോർ, കേരള വാൽമീകി എന്നൊക്കെ അറിയപ്പെടുന്ന ആരെയാണ്, വള്ളത്തോളിനെയാണ്. ഇനി കേരള മോപ്പസാങ് ആണെങ്കിൽ അത് തകഴിയാണ്. കേരള ഹോമർ ആയിപ്പിള്ള ആശാനും കേരള ചോസർ ചീരാമകവിയുമാണ്. ഓക്കെ, ഇനി കേരള ജോൺ ഗന്ധർ ആരാണ്, അത് SK പൊറ്റക്കാടാണ്. ഓക്കെ, SK പൊറ്റക്കാടിന്റെ പേര് ജോൺ ഗന്ധർ എന്നാണ്, അതായത് കേരള ജോൺ ഗന്ധർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇനി കേരള തുളസീദാസ് അത് വെണ്ണിക്കുളം ഗോപാലകുറുപ്പാണ്. ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്ന ആരായിരുന്നു, അത് കട്ടയ ചെറിയാൻ മാപ്പിളയാണ് കേട്ടോ. എന്താണ് ക്രൈസ്തവ കാളിദാസൻ, കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് വലിയ കോയി തമ്പുരാന്. ഇത് ക്രൈസ്തവ കാളിദാസൻ അത് കട്ടക്കയം ചെറിയാൻ മാപ്പിള. ഇനി പുതുമലയാൺമതൻ മഹേശ്വരൻ എന്നറിയപ്പെട്ടത് നമ്മുടെ എന്താ പറയുക കിളിപ്പാട്ടിൽ എഴുതിയിട്ടുള്ള നമ്മുടെ സ്വന്തം തുച്ഛത്ത എഴുത്തച്ഛനെയാണ്. ഇനി ഫലിത സമ്രാട്ടാണെങ്കിലോ ആ പേരിൽ തന്നെ എല്ലാം ഉണ്ട്, കുഞ്ചൻ നമ്പ്യാരാണ്. ഭക്തകവി എന്നറിയപ്പെടുന്നത് പൂന്താനമാണ്. പൂന്താനത്തിന് നമ്മൾ ഓൾറെഡി വേറൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നതും പൂന്താനം തന്നെയാണ്. ഇനി പ്രകൃതി ഗായകനാണെങ്കിലോ അത് G ശങ്കരക്കുറുപ്പാണ്. ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവായിട്ടുള്ള G ശങ്കരക്കുറുപ്പിനെയാണ് നമ്മൾ പ്രകൃതി ഗായകൻ എന്ന് പറയുന്നത്. ദ്രാവിഡ പാരമ്പര്യത്തിന്റെ കവി അത് കടമ്മനിട്ട രാമകൃഷ്ണനാണ്. ഇനി മയ്യഴിയുടെ കഥാകാരനാണെങ്കിലോ M മുകുന്ദനാണ്. അരക്കവി പൂനം നമ്പൂതിരി. മാതൃത്വത്തിന്റെ കവി ബാലാമണിയമ്മയും മൃത്യുബോധത്തിന്റെ കവിയെ ചോദിച്ചാൽ G ശങ്കരക്കുറുപ്പാണ്. G ശങ്കരക്കുറുപ്പിനെ കുറിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെന്താണ് പ്രകൃതി ഗായകൻ എന്നൊക്കെ അറിയപ്പെടുന്നതും G ശങ്കരക്കുറുപ്പാണ്. ഇനി ആധുനിക മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ. തുഞ്ചത്ത് എഴുത്തച്ഛനെ നമ്മൾ ഒന്നും കൂടി പറഞ്ഞു, പൊതു മലയാളമതൻ മഹേശ്വരൻ. ആശയഗംഭീരൻ കുമാരനാശാൻ. ആത്മസംഘർഷങ്ങളുടെ കഥാകാരൻ അത് ഉണ്ണികൃഷ്ണൻ പുത്തൂരാണ്. ആദികവി വാൽമീകിയാണ്. ഉജ്ജ്വല ശബ്ദാഢ്യനെ ചോദിച്ചാലോ അത് ഉള്ളൂരാണ്. ഋതുക്കളുടെ കവിയാണ് ചെറുശ്ശേരി. എല്ലുറപ്പുള്ള കവിതകളുടെ കവി ചോദിച്ചാൽ അത് വൈലോപ്പിള്ളിയാണ്. അടിപൊളിയല്ലേ, എല്ലുറപ്പുള്ള കവിതകളുടെ കവി വൈലോപ്പിള്ളി. വാക്കുകളുടെ മഹാബലി P കുഞ്ഞിരാമൻ നായരും. വാഗ്ദേവിയുടെ വീരപഠനം ചോദിച്ചാൽ അത് CV രാമൻ പിള്ളയാണ്. ഒക്കെ നല്ല വെറൈറ്റി ആൾക്കാരാണ് ഉള്ളത്, സോ ഓർത്തിരിക്കുക കേട്ടോ.
ഇനി കവിത ചാട്ടവാറാക്കിയ കവിയാണെങ്കിൽ അത് കുഞ്ചൻ നമ്പ്യാരും. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി ചോദിച്ചാൽ അത് വൈലോപ്പിള്ളിയാണ്. വൈലോപ്പിള്ളിനെ കുറിച്ച് നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? എല്ലുറപ്പുള്ള കവിതകളുടെ കവി എന്നറിയപ്പെടുന്നതും കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നതും വൈലോപ്പിള്ളിയാണ്. ഇനി കൂടല്ലൂരിന്റെ കഥാകാരനാണ് എം.ടി. വാസുദേവൻ നായർ. ഓക്കെ, എം.ടി. വാസുദേവൻ നായർ നമ്മൾ എന്തു പറയാറുണ്ട്? കേരള ഹെമ്മിംഗ് വേ എന്ന് പറയുന്നുണ്ട്. ഇനി കുട്ടനാടിന്റെ ഇതിഹാസകാരൻ തകഴിയാണ്. ഇനി സരസകവി മൂലൂരാണ്. സരസഗായകനെ ചോദിച്ചാലോ അത് കെ.സി. കേശവപിള്ളയാണ്. ഇനി ഗാനഗന്ധർവൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. സാഹിത്യ പഞ്ചാനനാണെങ്കിൽ പി.കെ. നാരായണപിള്ളയാണ്. ഇനി ഗീതകങ്ങളുടെ കവി എം.പി. അപ്പനാണ്. സ്പർശിച്ചാസ്വദിക്കാവുന്ന കവിതകളുടെ കവിയെ ചോദിക്കുകയാണെങ്കിൽ അത് സുഗതകുമാരിയാണ്. ഇനി സ്നേഹഗായകൻ കുമാരനാശാനാണ്. കുമാരനാശാനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നതും കുമാരനാശാനാണ്. ഇനി ജനകീയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. ഫലിത സമ്രാട്ട് എന്നറിയപ്പെടുന്നതും ഇദ്ദേഹത്തിനെയാണ്. ഇനി തൊഴിലാളി കവി അത് കെടാമംഗലം പപ്പുക്കുട്ടിയാണ്. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ. തൂലിക പടവാളാക്കിയ കവി വയലാറും. തൃക്കോട്ടൂരിന്റെ കഥാകാരനെ ചോദിച്ചാൽ അത് U.A. ഖാദറുമാണ്. ഓക്കെ, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ പഠിച്ചിരിക്കേണ്ട ഒരു 2 ഭാഗങ്ങളാണ് ഒറ്റപ്പദങ്ങളും ഭാഷാശൈലിയും. ഒത്തിരി ഉണ്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്, കുറേ അധികം തന്നെ പഠിക്കാനുണ്ട്. അറ്റ്ലീസ്റ്റ് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഇത്രയെങ്കിലും ഒന്ന് വായിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും ചോദിക്കുന്ന ഭാഗങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒറ്റപ്പദം, ഉള്ളവനെ നമ്മൾ എന്ത് പറയുന്നു? ആസ്തികൻ. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അത് നാസ്തികനാണ് അല്ലേ? നാസ്തികൻ. ഓക്കെ, അപ്പം ഉയരം ഉള്ളവൻ എന്താണ്? പ്രാംശു ആണ്. ഉയരമുള്ളവൻ എന്ത് പറയുന്നു? നമ്മൾ പ്രാംശു. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിപ്പടിശു. ചെയ്യാനുള്ള ആഗ്രഹം ചികീർഷ. ചെയ്യാനുള്ള ആഗ്രഹം എന്താണ്? ചികീർഷയാണെങ്കിൽ അറിയാനുള്ള ആഗ്രഹം അത് ജിജ്ഞാസയാണ്. എന്നെന്നും നിലനിൽക്കുന്നതാണ് ശാശ്വതമായിട്ട് നിലനിൽക്കുന്നത്. കാണാനുള്ള ആഗ്രഹം ദിദൃക്ഷ. ഓക്കെ, കാണാനുള്ള ആഗ്രഹമുള്ള ആളെ നമ്മൾ എന്ത് പറയും? ദിദൃക്ഷു എന്ന് പറയും. ഓക്കെ, ദിദൃക്ഷു. കുടിക്കാനുള്ള ആഗ്രഹം പിപാസയാണ്. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആള് പിപാസു ആണ്. പറഞ്ഞയച്ചവൻ ആണ് പ്രേക്ഷകൻ. അയക്കുന്ന ആളാണ് പ്രേക്ഷിതൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു സാധനം തെറ്റിപ്പോരുത്. പറഞ്ഞയച്ചവൻ പ്രേക്ഷകനാണ്. അയക്കുന്ന ആള് പ്രേക്ഷിതനാണ്. ജയിക്കുവാനുള്ള ആഗ്രഹമുള്ളവനാണ് ജിഗീഷു. കാണാനുള്ള ആള് പ്രേക്ഷകനാണ്. ക്ഷ ആണ് ഇവിടെ വരുന്നത്. കേൾക്കുന്ന ആളാണ് ശ്രോതാവെങ്കിൽ ഉയർച്ച ആഗ്രഹിക്കുന്നവനാണ് ഉത്കർഷേച്ചു. ഓക്കെ, ഉത്കർഷേച്ചു. ഗ്രഹിക്കാനുള്ള ആഗ്രഹം ജിഗൃക്ഷയാണ്. ഗ്രഹിക്കാനുള്ള ആഗ്രഹം. തന്നെ സംബന്ധിച്ചത് സ്വകീയമാണ്. പറയുന്ന ആള് വക്താവാണ്. പറയാനുള്ള ആഗ്രഹത്തിന് നമ്മൾ എന്ത് പറയുന്നു? വിവക്ഷ എന്ന് പറയുന്നു. ഭക്ഷിക്കാനുള്ള ആഗ്രഹം എന്താണ്? ബുഭുക്ഷ. ആൻഡ് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആള് അത് ബുഭുക്ഷു ആണ്. ഓക്കെ, ബുഭുക്ഷു. ഇനി മോക്ഷം ആഗ്രഹിക്കുന്നവനാണ് മുമുക്ഷു. 12 വർഷക്കാലത്തിന് നമ്മൾ എന്ത് പറയുന്നു? ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നു. പരലോകത്തെ സംബന്ധിച്ചതാണ് പാരത്രികം. അഗ്നിയെ സംബന്ധിച്ചത് ആഗ്നേയമാണ്. ആശ്രയിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ സാപേക്ഷത എന്ന് പറയുന്നത്. ഓക്കെ, സാപേക്ഷത. സഹോദരി പുത്രനെ നമ്മൾ എന്ത് പറയുന്നു? ഭാഗിനേയൻ എന്ന് പറയുന്നു. മകളുടെ മകൾ ദൗഹിത്രി. മകളുടെ മകനാണെങ്കിലോ അത് ദൗഹിത്രനാണ്. പുത്രന്റെ ഭാര്യ സ്നുഷയാണെങ്കിൽ പൗത്രന്റെ ഭാര്യ പ്രസ്നുഷയാണ്. ഓക്കെ, ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഇതുവരെ കേട്ടിട്ടില്ലാത്തതാണ്. പൗത്രന്റെ ഭാര്യ ആരാണ്? അത് പ്രസ്നുഷയാണ്. ഇനി പുത്രന്റെ പുത്രനാണെങ്കിലോ അത് പൗത്രനാണ് കേട്ടോ. പുത്രന്റെ പുത്രൻ പൗത്രനാണ്. ഓക്കെ, ഇനി ഭാഷാ ശൈലികൾ കുറച്ച് നോക്കാം. അജഗജാന്തരം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വലിയ വ്യത്യാസം എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഇനി സുഗ്രീവാജ്ഞ അത് ലംഘിക്കാനാവാത്ത കൽപ്പനയാണ്. കൂപമണ്ഡൂകമാണെങ്കിലോ അത് ലോകവിവരമില്ലാത്ത ആളെയാണ് അങ്ങനെ നമ്മൾ കൂപമണ്ഡൂകം എന്ന് പറയുന്നത്. ഭീഷ്മപ്രതിജ്ഞ കഠിന ശബ്ദമാണ്. വനരോധനം ആണ്. ഒരു വലിയ വനത്തിൽ പോയി നിന്നിട്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആരും കേൾക്കൂല. അതാണ് അതിന്റെ അർത്ഥം. ആരും കേൾക്കാത്ത കരച്ചിലാണ് വനരോധനം എന്ന് പറയുന്നത്. ശ്ലോകത്തിൽ കഴിക്കുക. കണ്ട, ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നു ഓൾറെഡി. ശ്ലോകത്തിൽ കഴിക്കുക എന്താണ്? ചുരുക്കുക. അക്കപ്പോര് വിളിക്കുക എന്ന് പറഞ്ഞാൽ ഉപദ്രവം ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഇനി കരതലാമലകം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വ്യക്തമായത് എന്നാണ്. ഓക്കെ, കരതലാമലകം നമ്മൾ എങ്ങനെ പിരിച്ചെഴുതും? കരതല പ്ലസ് ആമലകം. ഇനി ഹരിശ്രീ കുറിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആരംഭിക്കുക. വെള്ളരിക്കാപട്ടണം നീതിയും നിയമവും ഒന്നും ഇല്ലാത്ത സ്ഥലത്തിനാണ് നമ്മൾ എന്താ വെള്ളരിക്കാപട്ടണമാണോ എന്ന് ചോദിക്കില്ലേ? അവ വെള്ളരിക്കാപട്ടണം. ഇനി അനന്തങ്കാട് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയം ഉണ്ടാക്കുന്ന സ്ഥലത്തിനാണ് പറയുന്നത്. ഇനി ദീപാവളി കുളിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വരവിലധികം ചെലവ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദീപാവളി കുളിക്കുക എന്ന് പറയുന്നത്. ഇനി നെല്ലിപ്പടിക കാണുക, അതായത് അവസാനം കാണുക. മൂക്കിൽ പായുക എന്ന് പറഞ്ഞാൽ വലിയ ഉപദ്രവം ഉണ്ടാക്കുക. മൂക്കിൽ പായി എന്താണ്? വലിയ ഉപദ്രവം ഉണ്ടാക്കുക. ഇനി ശതകം ചൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുത്തുക. ശതകം ചൊല്ലിക്കുക എന്താണ്? കഷ്ടപ്പെടുത്തുക. ഇനി ഗളഹസ്തം ചെയ്യുക, പുറത്താക്കുക. ഗളഹസ്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പുറത്താക്കുക. നാന്തി കുറിക്കുക ആരംഭിക്കുക. അപ്പം ധനാശി പാടുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അവസാനിപ്പിക്കുക എന്നതായിരുന്നു കേട്ടോ. അവസാനിപ്പിക്കുന്നതിന് നമ്മൾ ധനാശി പാടുക എന്ന് പറയുന്നത്. ഇനി ചുക്കാൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ നയിക്കുക. ആലത്തൂർ കാക്ക ആരാണ്? ആശിച്ച് കാലം കഴിക്കുന്നവരെയാണ് നമ്മൾ ആലത്തൂർ കാക്ക എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പുസ്തകപ്പുഴു ആണെങ്കിൽ എന്താണ്? എപ്പോഴും പുസ്തകത്തിൽ ഇരിക്കണ ആളെന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. അതുകൊണ്ട്
എന്താ ഉദ്ദേശിക്കുന്നത്? പ്രായോഗിക പരിജ്ഞാനം ഇല്ലാത്തവനെയാണ് നമ്മൾ പുസ്തകപ്പുഴു എന്ന് പറയുന്നത്. എപ്പോഴും പുസ്തകത്തിൽ മാത്രമേ നോക്കിയിരിക്കുള്ളൂ അയാൾക്ക്, പക്ഷേ പ്രാക്ടിക്കൽ നോളേജ് കാര്യമായിട്ട് ഉണ്ടാവില്ല. ഇനി ചർവിത ചർവണം എന്താണ് പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറയുന്നതിനാണ് നമ്മൾ ചർവിത ചർവണം എന്ന് പറയുന്നത്. ഇനി ആടിക്കടത്തുക, പാടെ ഉപേക്ഷിക്കുക. ഏട്ടിലെ പശു എന്താണ്? പ്രയോജനശൂന്യമായിട്ടുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ ഏട്ടിലെ പശു എന്ന് പറയുന്നത്. കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് പ്രവർത്തിക്കുക. ഓക്കെ, തക്ക സമയത്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറയുന്നത്. മേക്ക് ഹേ വെൻ ദ സൺ ഷൈൻസ്. മേക്ക് ഹേ വെൻ ദ സൺ ഷൈൻസ് എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ ഇംഗ്ലീഷ് പലപ്പോഴായി ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. മേക്ക് ഹേ വെൻ ദ സൺഷൈൻസ് ആണ് കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ധൃതരാഷ്ട്ര ആലിംഗനം എന്താണ്? സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള നശിപ്പിക്കലാണ്. അതായത് ആത്മാർത്ഥത ഇല്ലാത്ത സ്നേഹത്തിനാണ് നമ്മൾ ധൃതരാഷ്ട്ര ആലിംഗനം എന്ന് പറയുന്നത്. പച്ചപിടിക്കുക, അഭിവൃദ്ധിപ്പെടുക. ഇനി രായസം എഴുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വ്യക്തത ഇല്ലാതെ എഴുതുന്നതിനാണ് നമ്മൾ രായസ്യം എഴുത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഹരഹരാന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുക. ഓക്കെ, ഹരഹരാന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടിണി കിടക്കുക. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും ഒരു വൊക്കാബുലറി ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടായത്. ബാക്കിയുള്ളതൊക്കെ ഗ്രാമറാണ്. ഗ്രാമർ പോർഷൻ എന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പം നമുക്ക് ഗ്രാമർ പോർഷനിലുള്ള ഭാഗം കൂടി എടുക്കാം കേട്ടോ. സോ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്. അടുത്തൊരു ക്ലാസ്സുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം.